പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രമായ മലരിക്കലാണിത്. 3500-ലധികം ഏക്കർ സ്ഥലത്ത് പരന്നുകിടക്കുന്ന ചുവന്ന ആമ്പലുകളുടെ നാടാണ് മലരിക്കൽ. കോട്ടയം ടൗണിൽ നിന്നും ഇല്ലിക്കൽ വഴി 7 കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചാൽ മലരിക്കൽ എത്താൻ കഴിയും. കോട്ടയം ബോട്ട് ജെട്ടിയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ ഈ സ്ഥലത്തേക്ക് ബോട്ടിൽ വരുന്നവർക്ക്. കൊടൂരാറിൻ്റെയും മീനച്ചിലാറിൻ്റെയും സംഗമസ്ഥാനമായ ഇവിടെ ശക്തമായ മലരി ഉത്ഭവിക്കുന്നതിനാലാണ് ഈ സ്ഥലത്തിന് മലരിക്കൽ എന്ന് പേര് വീണത്. ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിലെന്ന് പറയുന്നത് മത്സ്യബന്ധനവും കൃഷിയുമാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത്. ധാരാളം ആൾക്കാർ ഈ വിരിഞ്ഞു നിൽക്കുന്ന വിശാലമായ ആമ്പൽ തടാകത്തിലേക്ക് കാണാൻ വരികയും അത് തിരക്കേറുകയും ചെയ്തതോടുകൂടി ഇതൊരു പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയായിരുന്നു. ഒരു കാലത്ത് വേമ്പനാട്ട് കായലിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. മുരിക്കൻ എന്നു പേരുള്ള ഒരു വ്യക്തി ഈ കായലിൽ ചിറകെട്ടി വെള്ളം വറ്റിച്ച് കൃഷി ഇറക്കാമെന്ന് തെളിയിക്കുകയും അന്നത്തെ രാജാവ് ഈ വിവരം അറിയുകയും ബാക്കിയുള്ള പ്രദേശവും കൃഷിക്ക് അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ കിലോമീറ്ററുകളോളം കായൽ അദ്ദേഹം ചിറകെട്ടി കൃഷിയോഗ്യമാക്കി തീർക്കുകയും അന്നത്തെ രാജാക്കന്മാരുടെ പേരായ മാർത്താണ്ഡവർമ്മയെന്നും ശ്രീ ചിത്തിര തിരുനാളെന്നുള്ള ചിത്തിര എന്ന ഓമനപ്പേരിലും ഇന്നും ഇവിടെ കൃഷിഭൂമികൾ അറിയപ്പെടുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് ഭൂനിയമം നടപ്പിലാക്കിയതോടുകൂടി മുരിക്കൻ്റെ കയ്യിൽ നിന്നും ഈ ഭൂമികൾ സർക്കാർ ഏറ്റെടുക്കുകയും സാധാരണക്കാർക്ക് വീതിച്ചു കൊടുക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഹോട്ടലുകളോ സഞ്ചാരികളെയോ കാണാൻ കഴിയുന്നില്ല. ഒരു സമയത്ത് സഞ്ചാരികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഈ സ്ഥലം ഇപ്പോൾ വിജനമാണ്. മോട്ടോർ ബോട്ടുകളും വള്ളങ്ങളും ഉല്ലാസ നൗകളും മീനച്ചിലാറിൻ്റെ ഇരുകരകളിലും വിശ്രമത്തിലാണ്. ചിലത് കരയ്ക്ക് കയറ്റി അറ്റകുറ്റപ്പണികളിലും. അടുത്ത സീസണിൽ സൗന്ദര്യവൽക്കരിച്ച് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒട്ടുമിക്ക നൗകകളും. ആമ്പൽ വസന്തം ഇപ്പോൾ ഇല്ലാതായെന്ന് കരുതി ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. കണ്ണെത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന വയലോലകൾ, കേരളത്തിൻ്റെ നെല്ലറയെന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാടിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. കാഞ്ഞിരം മലരിക്കലിൽ നിന്നും ഒരു കാലത്ത് ഈ സ്ഥലം കാറ്റും കോളും തിങ്ങി നിറഞ്ഞ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായിരുന്നു. ഈ കാണുന്ന പാടശേഖരങ്ങളിലാണ് ആമ്പലുകൾ ധാരാളമായി വിരിയുന്നത്. ആമ്പലുകളുടെ വിത്ത് ഇപ്പോൾ തന്നെ ഈ ഭൂമിക്കടിയിലുണ്ട്. വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ ഞാറൊക്കെ നടുമ്പോൾ അതെല്ലാം ചെളിക്കടിയിലേക്ക് ആണ്ടുപോകും. വീണ്ടും ഈ പാടത്ത് വെള്ളം കയറ്റി നിറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇവ വീണ്ടും കിളിർക്കുകയും ധാരാളം ആമ്പലുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി വെള്ളമെങ്കിലും ആ സമയത്ത് കാണും, നിറഞ്ഞ വെള്ളം, ഇത്രയെങ്കിലും വെള്ളം കാണും. അതിലൂടെയാണ് ബോട്ടും വെള്ളമൊക്കെ കാണുന്നത്. ഉണ്ടോ, ആമ്പൽ വസന്തമാണ് നമ്മളീ കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ നല്ല ഇത്രശം വെള്ളം ഉണ്ടാവും ഇവിടെ പ്രദേശം. ഇത്രമാത്രം വെള്ളം ഉണ്ടാവും ഈ പ്രദേശമൊക്കെ. ഇപ്പോഴാണെങ്കിൽ എത്ര നോക്കിയാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ആമ്പൽ വസന്തം എന്ന് പറയുന്ന ഇപ്പൊ കണ്ടല്ലോ, നെല്ലെല്ലാം വിളഞ്ഞ് നല്ല സ്വർണം പോലെ കിടക്കുന്ന നെല്ലാണ് ഇപ്പം. ഇതെല്ലാം ഒരാഴ്ച കൊണ്ട് ഇത് മുഴുവൻ കൊയ്ത് തീരും. 1 മാസത്തിനുള്ളിൽ ഇതെല്ലാം ഈ എല്ലാം കൊയ്തിനനുസരിച്ച് ഇവിടെ എല്ലാം തന്നെ കയറുകയും ചെയ്യും. ആ കാണുന്നതൊക്കെയാണ് നെല്ല് കൊയ്തിട്ട് കരയ്ക്ക് കയറ്റിയിരിക്കുകയാണ്. മിഷൻ വന്ന് കൊയ്യുന്നത് കൊണ്ട് എല്ലാം വേഗത്തിലാണ്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആൾക്കാർ വന്ന് കൊയ്ത് അത് മെതിച്ച് അങ്ങനെ അത് ചുമന്ന് കത്ത് കെട്ടി ചുമന്ന് കരയ്ക്ക് കൊണ്ടുവന്ന് അത് നെയ്തെടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോഴ് മിഷൻ വരാൻ തുടങ്ങിയതുകൂടി കാര്യങ്ങൾക്ക് വേഗത കൂടി. നെല്ല് സ്പോട്ടിൽ നിന്ന് തന്നെ കയറി പോകാനുള്ള സൗകര്യങ്ങളുണ്ടായി. അവർക്ക് ബാങ്കിലൂടെ ക്യാഷ് കിട്ടുന്ന സൗകര്യങ്ങളായി.
ഇപ്പം ഒരു മാസം കൊണ്ട് ഈ പാടത്ത് മുഴുവൻ ഏകദേശം ഒരു 100 കിലോമീറ്ററിലധികം വരുന്ന പാടം മൊത്തം